വീണ്ടും അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഏതാനും ദൂരം കൂടി പിന്നിട്ടപ്പോഴാണ് ഇമാമിന്റെ കണ്ണിൽ ഒരു കാഴ്ച കാണുന്നത്. വളരെ ദൂരെ അങ്ങറ്റ തലക്ക് ഒരു കൂട്ടം പടയാളികളാണെന്ന് തോന്നുന്നു. വാഹനപ്പുറത്ത് മിന്നിത്തിളങ്ങുന്ന പടവാളും പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ തോന്നി. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ അറിയിച്ചു കൊടുത്തു, നമ്മൾ ദൂരെ ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അവർ ശ്രദ്ധിക്കുമ്പോ ഇതാ വരുന്നത് കണ്ടതെന്താ, ഈ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ കൂഫയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത എങ്ങനെയോ മനസ്സിലാക്കിയ ഇബ്നു സിയാദ് ഒരു കൂട്ടം പടയാളികളെ റെഡിയാക്കിയിട്ട് അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയതാ. വരുന്ന വഴിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഹുസൈൻ എന്ന നമ്മുടെ നേതാവിന്റെ ഇമാം, നമ്മുടെ പ്രിയപ്പെട്ട ഖലീഫാന്റെ കഠിന ശത്രുവായ കണ്ണിലെ കരടായ ഹുസൈന്റെ ശിരസ് അറുത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു അവസരം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പടയാളികളെ നിയോഗിച്ചതാ. അവരാണ് ഈ ദൂരെ ഇമാം ആ കണ്ട ആളുകൾ. മിന്നിത്തിളങ്ങുന്ന പടവാളുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോ ഈ പട്ടാളത്തിന്റെ തലവനാരാ? ഹുസൈൻ തങ്ങളെ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പട്ടാളത്തിന്റെ തലവന്റെ പേരാണ് ഹുർറ്. ഈ ഹുറിന്റെ ഹാലെന്താണ്? ഹുർറ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങളൊക്കെ വളരെ ജീവന തുല്യം കൽബിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഹുസൈൻ തങ്ങളെ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൊല്ലാനുള്ള പട്ടാളത്തിന്റെ തലവൻ എന്ന സ്ഥാനം ഇയാൾക്ക് എങ്ങനെ കിട്ടി? അത് വളരെ തമാശകരമാണ്. എന്ന് പറഞ്ഞാല് ഈ ഹുർറ് ഇബ്നു സിയാദിന്റെയും അന്നാട്ടിലുള്ള ഈ യസീദ് എന്ന് പറയുന്ന ഖലീഫയെ അംഗീകരിക്കുന്ന ആളുകളുടെയും ഒക്കെ ഇടയിൽ അവരുടെ ആളെ പോലെ ഇങ്ങനെ പെരുമാറി. ഉള്ളിലോ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് അത് പ്രകടിപ്പിച്ചില്ല. അത് പ്രകടിപ്പിക്കാതെ ഹുസൈൻ തങ്ങളുടെ ഒരു എതിരാളിയെ പോലെ എന്ന് പറയാം ഈ ആളുകളെ മുമ്പിൽ ഈ പെരുമാറിയ കാരണത്താൽ ഇബ്നു സിയാദിന് വളരെ ഇഷ്ടപ്പെട്ടു. ആരെ? ഹുറിനെ. അതുകൊണ്ടാണ് ഹുറിനെ ഈ ഹുസൈൻ തങ്ങളെ തടഞ്ഞു വെച്ച് കൊല്ലാനുള്ള പടയാളികളുടെ നേതൃത്വം എന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇവരാണ് ഈ വരുന്നത്. അപ്പൊ ഹുറിന്റെ മനസ്സിലുണ്ട്, റഹ്മാനെ, ഇമാം ഹുസൈനും തങ്ങളും സംഘവും വരുന്നത് ദൂരെ നിന്ന് കണ്ടാൽ എന്റെ കൂടെയുള്ള നൂറുകണക്കിന് പടയാളികളുണ്ട്, ഇവരുടെ കണ്ണിൽ പെടരുത്. പെട്ടാൽ അവര് ചീറി അടുക്കും. ഇബ്നു സിയാദിന്റെ കൽപ്പന അതാണ്. ചീറി അടുക്കുന്നു മാത്രമല്ല, നിഷ്കരണം ബഹുമാനപ്പെട്ട ഇമാമിനെയും ബന്ധപ്പെട്ടവരെയും കൊലപ്പെടുത്താൻ ഇവർ മടിക്കില്ല. അതുകൊണ്ട് ഇമാമിനെയും കുടുംബത്തെയും ആ കൂട്ടുകാരെയും ഒക്കെ കാണുമ്പോ തന്ത്രത്തിലൂടെ ഇവരെ എനിക്ക് മറ്റേതെങ്കിലും വഴിക്ക് തിരിച്ചു വിടണം എന്ന് മനസ്സിൽ കണ്ട് ഹുർറ് മുമ്പ് തന്നെ ഉണ്ട്, ബേക്കിന് പട്ടാളക്കാരുവാ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ദൂരെ പടയാളികളെ കണ്ടതുപോലെ പട്ടാളത്തലവൻ ഹുർറ് ദൂരെ ഇമാം ഹുസൈൻ തങ്ങളെയും സംഘത്തെയും കാണുകയാണ്. കണ്ട നിമിഷം ഈ പട്ടാളത്തലവൻ ഹുർറ് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് പടയാളികളോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരെ രണ്ട് വിഭാഗമാക്കി ഇങ്ങോട്ട് തിരിച്ച് പടയാളികളെ. ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു, നിങ്ങളിതാ ഈ കാണുന്ന വഴിയിലൂടെ പോയിക്കോ, കാരണം ഇത് അങ്ങ് മദീനയിലേക്കുള്ള വഴിയാ. പിന്നെ ഈ കാണുന്ന വഴി കണ്ടോ, ഇതും മദീനയിലേക്കുള്ള വഴിയാ, ഇതും അങ്ങനെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ പകുതി ആൾ ഇങ്ങനെ പോയിക്കോ, പകുതി ആൾ അങ്ങനെ പോയിക്കോ. ഹുസൈൻ ഏത് വഴിക്കാ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടാൽ അന്നിമിഷം പരസ്പരം ഇഷാറത്ത് ചെയ്ത് നമുക്ക് വേണ്ടത് ചെയ്യണം എന്നങ്ങ് പറഞ്ഞപ്പോ ഹുസൈൻ തങ്ങളെ കണ്ടപ്പോഴാണ് ഇത് പറയുന്നത്. അന്നിമിഷം ഒരു കൂട്ടം വിഡ്ഢികൾ എന്ത് ചെയ്ത് ആ വഴിയിലൂടെ അങ്ങോട്ട് പോയി. മറ്റൊരു കൂട്ടം പമ്പര വിഡ്ഢികൾ എന്ത് ചെയ്ത് ഈ സൈഡിലൂടെയും മുന്നോട്ട് പോയി. ഈ നേരെ നമ്മളെ ഹുർറ് നോക്കുന്നുണ്ട്. അവന്മാരൊക്കെ വഴി മാറി സഞ്ചരിക്കുന്നുണ്ട്. ഹുസൈൻ തങ്ങളെയും കുടുംബത്തെയും ഹുസൈൻ തങ്ങളെയും അതുപോലെ കൂട്ടുകാരെയും അവരുടെ ദൃഷ്ടിയിൽ പെടാൻ സാധ്യതയില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി ഹുർറ് എന്നവരതാ നേരെ കടന്നു വന്ന് ഇമാമിന്റെ സമീപത്തേക്ക് അങ്ങോട്ട് വന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങളെ, അങ്ങേ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൊലപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട പട്ടാളത്തിന്റെ തലവനാണ് ഞാൻ. പറഞ്ഞു തീർന്നില്ല. ഹുസൈൻ തങ്ങളും ഒരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞു, കൂട്ടുകാരാ, ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നുണ്ടോ? ഇവിടെ വെച്ച് കൊലപ്പെടുത്തണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനും ഞങ്ങൾ റെഡി. നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നൊന്ന് വ്യക്തമാക്കി പറയണം. അപ്പോഴാണ് ഈ പട്ടാളക്ക തലവൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിമിനെ കൊന്നുപോയി.
മുസ്ലിം എന്നവരുടെ 2 പിഞ്ചു കുട്ടികളെയും നിഷ്കരണം കൊലപ്പെടുത്തി അവരുടെ ശിരസ്സുകളുണ്ട് കൊട്ടാരത്തിന്റെ ഗേറ്റിൽ തൂക്കിയിട്ടൊരവസ്ഥയിൽ പ്രിയപ്പെട്ട ഇമാമ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ ഇബ്നു സിയാദിന്റെ ഒരാളായി തോന്നി. അവൻ എന്നെ ഈ സ്ഥാനം ഏൽപ്പിച്ചു. ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാ. എന്റെ കൽബ് നിറയെ നിങ്ങളോടുള്ള മഹബത്ത. കൂടെയുള്ള പടയാളികളെ വിഭിന്ന വഴികളിലൂടെ ഞാൻ തിരിച്ചു വിട്ടു. എനിക്ക് അങ്ങയോട് ഉണർത്താനുള്ളത്, ഒന്ന് തിരിച്ചു പോകുക, അങ്ങ് കൂഫയിലേക്ക് വരരുത്, അപകടം കാത്തിരിക്കുന്നു അങ്ങേ. ഒരു കുട്ടി പോലും സ്വീകരിക്കാനില്ല. നേരത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് തന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇമാം ഹുസൈൻ തങ്ങൾ പറഞ്ഞു, കൂട്ടുകാരാ, ക്ഷണിച്ച് നിങ്ങൾ എഴുതി നിങ്ങൾ അനവധിയാമെനിക്ക് തിരിച്ചു പോവാൻ ഉരക്കുന്നല്ലോ അവിടെ എന്നിൽ വിലക്ക. ക്ഷമിച്ചു നിങ്ങൾ എഴുതി നിങ്ങൾ അനവധിയാമെനിക്ക് തിരിച്ചു പോവാൻ ഉരക്കുന്നല്ലോ അവിടെ എന്നിൽ വിലക്ക്. അനവധിയുമുണ്ട് എഴുത്തെഴുതാൻ ക്ഷമിക്ക. മനുഷ്യഗണം ശിഥിലമായി വിഭിന്നമായി നമുക്ക്. ക്ഷമിച്ചു നിങ്ങൾ എഴുതി നിങ്ങൾ അനവധിയാമെനിക്ക് തിരിച്ചു പോവാൻ ഒരുക്കുന്നല്ലോ അവിടെ എന്നിൽ വിലക്ക്. അവരിന്നണഞ്ഞ വാക്യം രഹസ്യമാക്കാം എനിക്ക്. ഇനി ദാക്ഷിണ്യം എനിക്ക് വേണ്ട, വധിച്ചു നിങ്ങൾ തിരിക്ക്. അടിയനിക്ക് ക്ഷമിച്ചിടണം, പുറപ്പെടാലോ നമുക്ക്. അകലെ മക്ക മദീന ചെന്ന് ഒരു കപ്പട നമുക്ക്. ക്ഷണിച്ചു നിങ്ങൾ എഴുതി നിങ്ങൾ അനവധിയാമെനിക്ക് തിരിച്ചു പോവാൻ ഒരുക്കുന്നല്ലോ അവിടെ എന്നിൽ വിലക്ക്.